നമ്മുടെ വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചാള ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചാളമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാള കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ചു പോകും കേട്ടോ നമ്മുടെ ഈ അച്ചാർ. അപ്പോൾ മീൻകറിയൊക്കെ കൂട്ടി മടുത്തിരിക്കുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.